സുരക്ഷിതരാകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതി. തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്ന ESICയുടെ വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി. ആരോഗ്യ സംരക്ഷണം തൊഴിലാളികളുടെ അവകാശം. ഹലോ ഹലോ ചേട്ടാ, എവിടെ ചേട്ടാ ഇത്? എത്ര നേരം കൂടി ഞാൻ വിളിക്കുന്നു. കൊണ്ടുപോകാൻ വെക്കാം. ഒന്ന് വരുമോ? എന്റെ കാശൊന്നുമില്ല. ഒന്ന് എളുപ്പം വരുമോ? താമസിക്കുമോ? റെഡിയാവോ? അവിടെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ നടക്കുവാണ്. ഒന്ന് പെട്ടെന്ന് വന്നേ, നമുക്ക് ഗോപി പോണ്ടേ. അവിടെ ഉത്സവമൊന്നും അല്ലല്ലോ, ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നത്. അതെ, ESIC തുടങ്ങിയിട്ട് 75 വർഷം ആകുന്നതിന്റെ ആഘോഷവും പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അത് കാണണ്ടേ? ഓഫ്ലൈൻ കാണണം. വേഗം വാ. പെട്ടെന്ന് സീറ്റ് എടുത്തോ അമ്മ. പൈസ എവിടെ ഇറങ്ങുന്നുണ്ട്? നമ്മുടെ ESI ഇവിടെ പൈസ വേണ്ടേ? ടോക്കൺ വിളിച്ചെന്ന് തോന്നുന്നു. നമസ്കാരം. ഇത് കുറെ നാളെ ഷുഗർ കഞ്ഞിയുണ്ട്. കണ്ടോണാണോ? ഇവിടെ മധുരം കഴിക്കാനാണ് മോൻ വന്നില്ലേ? ഇതാരും പുതിയതാണ്. പിന്നെ അന്നത്തെ വിശേഷം ഈസയുടെ ആഘോഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഈസയുടെ ആരോഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ESI പറ്റിനൊന്നും അറിയില്ലേ? ESI എന്ന് പറഞ്ഞാൽ നമുക്ക് 10 അതിലധികമോ തൊഴിലാളികൾ ഭക്ഷ്യ സ്ഥാപനത്തിൽ 21,000 രൂപയ്ക്ക് താഴെ ശമ്പളം വാങ്ങുന്ന ഏതൊരു തൊഴിലാളിക്കും ESI ആനുകൂല്യം നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ 25,000 രൂപ വരെ സാലറി വാങ്ങുന്നവർക്ക് ലഭ്യമാണ്. പിന്നെ അങ്ങനെ പല ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമാണ്. ചികിത്സാ ആനുകൂല്യങ്ങളുണ്ട്, പ്രസവ ആനുകൂല്യങ്ങളുണ്ട്, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. അങ്ങനെ പലതരം ആനുകൂല്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ ലാബുണ്ട്. നമുക്ക് അടിസ്ഥാന രോഗനിർണയം നടത്താനുള്ള ലാബ് സംവിധാനങ്ങളുണ്ട്. ECG ഉണ്ട്, എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് MRI CT സ്കാനൊക്കെ നമുക്ക് പുറത്താണ് ചെയ്യുന്നത്. നമുക്ക് ടൈപ്പ് സ്കീമിൽ നമുക്ക് പുറത്ത് ഏത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമുക്ക് ഇവിടെ പൂർണ്ണമായി സൗജന്യമായി നമുക്ക് പ്രൈവറ്റ് ചെയ്യുന്നത്. പോട്ടെ, അച്ഛന്റെ കണ്ണൊക്കെ പിന്നെ ഈ ആശുപത്രിയിൽ എല്ലാ ഓപ്പറേഷനും ഉണ്ടല്ലോ. ഇവിടെ ജനറൽ മെഡിസിൻ ഉണ്ട്, ജനറൽ സർജറി ഉണ്ട്, ഗൈനക്കോളജി വിഭാഗമുണ്ട്, ഒഫ്താൽമോളജി ഉണ്ട്, ENT ഉണ്ട്, റേഡിയോളജി വിഭാഗമുണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ഓർത്തോപീഡിക്സ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. ആള് കൊള്ളാലോ. ഹാർട്ടും ബ്രെയിനൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. നമ്മളിവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പൂർണ്ണമായി സൗജന്യമായിട്ട് നിങ്ങൾ ടൈപ്പ് സ്കീമിൽ നമ്മൾ വിടുന്നതായിരിക്കും. പരിശോധിക്കാമോ? ഉണ്ടല്ലോ. ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്, അലോപ്പതി ഉണ്ട്. ഈ 3 തരം ചികിത്സകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് കേട്ടോ. മരുന്നൊക്കെ കഴിക്കണേ. ഇനിയിപ്പോ മോളുടെ ആവശ്യമില്ലല്ലോ. മോളുണ്ടല്ലോ, മോക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ആ ശരി. അങ്ങോട്ടാണ് മരുന്നല്ല എങ്ങനെ വാങ്ങിക്കുമല്ലോ. ഈ മനുഷ്യനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല.
ചേട്ടാ, കാശ് വല്ലതും ഉണ്ടോ? ഇവിടെ കാശില്ല. എനിക്ക് കാശില്ല. മരുന്ന് മേടിക്കാൻ ഇവിടെ എന്തിനാ പൈസ? ഇവിടെ എല്ലാം ഫ്രീ ആണ്. പൈസ വേണ്ടേ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ESIലുള്ള ചികിത്സയും മരുന്നും എല്ലാം ഫ്രീ ആണ്. അയ്യോ, അമ്മയുടെ ഒരു ഭാഗ്യം. ഈ ഭാഗ്യം വരെ നിങ്ങൾക്കുണ്ടോ മനുഷ്യ? അത് നിനക്കറിയില്ലേ? ഞാനും ESI സ്കീമിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് നിനക്കറിയില്ലേ? അതുപോലെ തന്നെ നിന്റെ പ്രസവം അതിവിടെ തന്നെ. നിനക്ക് വേദനിച്ച് പ്രസവിക്കണോ അതോ വേദനിക്കാതെ പ്രസവിക്കണോ? ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ എല്ലാ സംവിധാനം ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഇവിടെ അഥവാ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് പുറത്തോട്ട് വിടുകയും. നിനക്കറിയോ അതിനെ കുറിച്ച്? ഈ പ്രസവ ആനുകൂല്യത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? പ്രസവ ആനുകൂല്യം എന്ന് പറഞ്ഞാല് ഒരു തൊഴിലാളി പ്രസവിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ലീവ് കിട്ടും. ലീവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശമ്പളത്തോടു കൂടി അവര് എത്ര രൂപ ശമ്പളം മേടിക്കുന്നോ അത്രയും തന്നെ, അതായത് ഒരു മാസം അവർക്ക് കിട്ടുന്നത് എത്രയാണോ 100% തന്നെ 6 മാസത്തേക്ക് പ്രസവ അവധിയോടുകൂടി ആനുകൂല്യം നൽകുന്നുണ്ട്. എനിക്ക് പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ ജോലിയുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഇതാണ് ഈ തമാശ. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ. ഒന്നാമത്തെ ആനുകൂല്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തൊഴിലാളിയാണ്. എനിക്കൊരു പനി വന്നു, എനിക്കൊരു അസുഖം വന്നു, ഞാൻ എന്ത് ചെയ്യും? മരുന്ന് പോയി വാങ്ങിക്കാമല്ലോ, അതെന്താ? എവിടെ പോയി മേടിക്കും? ESI ഡിസ്പെൻസറി പോയി ഞാൻ മരുന്ന് മേടിക്കും. അവിടെ ഡോക്ടറെ കൊണ്ട് ആ ഡോക്ടറെ പോയി കാണും. ആ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ ആദ്യം എനിക്ക് എന്ത് തരും? ഒരു ലീവ് സർട്ടിഫിക്കറ്റ് തരും, മരുന്ന് തരും. അത് ശരി, അതിന്റെ കൂടെ ലീവിന്റെ സർട്ടിഫിക്കറ്റ് തരും. ഞാൻ ആ ലീവ് സർട്ടിഫിക്കറ്റ് എവിടെ കൊണ്ടുപോകണമെന്നറിയോ? ESI ബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുപോകണം. എന്നിട്ട് 8ാമത്തെ ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എവിടെ പോകണം? ESI തന്നെ പോകണം. ESI പോകുമ്പോൾ അവിടുന്ന് എന്ത് തരും? അടുത്ത ലീവ് തരും. അപ്പൊ എന്റെ അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? അതിനകത്ത് ജോലിക്ക് പോകാനുള്ള ഡേറ്റ് എടുക്കും. ഇല്ലെങ്കിലോ ലീവ് പിന്നെയും നീട്ടും. ഇങ്ങനെ നീട്ടി എനിക്ക് 91 ദിവസം വരെ, അതും ശമ്പളത്തിന്റെ 70%. ശമ്പളത്തിന്റെ 70% വിളിക്കുന്ന എല്ലാവർക്കും അറിയാം. അവരെല്ലാം ഇത് വാങ്ങിയിട്ടുള്ളവരാ. 70% വരെ കിട്ടും. സാധാരണ രോഗാനുകൂല്യമായിട്ട് 91 ദിവസം വരെ കിട്ടും. അത് കഴിഞ്ഞിട്ടും അസുഖം മാറിയില്ല എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടും അസുഖം മാറിയില്ല, എനിക്ക് വലിയ അസുഖമാണ്, അസുഖം മുമ്പോട്ട് നീങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? 2 വർഷം വരെ എനിക്ക് ലീവ് കിട്ടും, 3 വർഷം വരെ മരുന്നും കിട്ടും. 2 വർഷം വരെ ലീവും 3 വർഷം വരെ മരുന്നും കിട്ടും. അത് നേരത്തെയുള്ള 70% അല്ല, 80% നിരക്കിൽ, ശമ്പളത്തിന്റെ 80% നിരക്കിൽ 3 വർഷം വരെ മരുന്നും 2 വർഷം വരെ ചികിത്സ എന്താണ് ലീവിന്റെ ആനുകൂല്യവും എനിക്ക് കിട്ടും. ഇനിയിപ്പോ ഞാൻ ജോലിക്ക് പോകുന്നു. ആ ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അപകടം പറ്റും. എന്ത് സംഭവിച്ചു? എനിക്കൊരു അപകടം പറ്റിയിരിക്കട്ടെ. ആ അപകടം ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്കായിക്കോട്ടെ, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്കായിക്കോട്ടെ, അല്ലെ വേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കട്ടെ. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അത് കണക്കാക്കും. അതായത് ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന തൊഴിലപകടമായിട്ട് അതിനെ കണക്കാക്കും. അങ്ങനെ കണക്കാക്കിക്കൊണ്ട് എനിക്ക് 90% നിരക്കിൽ ലീവെടുക്കുന്ന സമയം മൊത്തം എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് സ്ഥിരമായിട്ടുള്ള വൈകല്യമാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്കത് ജീവിതകാലം മൊത്തവും പെൻഷനായി. മനസ്സിലായില്ലേ? ഇനി അതാ പോട്ടെ, ഞാൻ അതിന് തട്ടിപ്പോയെന്ന് വിചാരിക്കട്ടെ. തട്ടിപ്പോയാലും നിനക്ക് ജീവിതകാലം മൊത്തവും പെൻഷൻ കിട്ടും. സന്തോഷം കിട്ടില്ലേ? പിന്നെ ശവസംസ്കാരത്തിന് ഞാൻ ജോലി ചെയ്തിരിക്കുന്ന ആളാണ്. മനസ്സിലായി? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഞാനങ്ങ് മരിച്ചു. ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് എനിക്ക് 15,000 രൂപ കേട്ടപ്പോഴത്തേക്ക് അവിടെ മനസ്സൊക്കെ എല്ലാവരും സന്തോഷം കേട്ടപ്പോ. അല്ല, അതിന് വേറെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഒരു 10-16 വർഷം ബ്രാഞ്ച് ഓഫീസിലൊക്കെ ജോലി ചെയ്ത നമ്മുടെ ഒരു സാറുണ്ട്. പുള്ളിയുടെ പേര് അതുപോലെ നമ്മുടെ ESI ഒരു സ്റ്റാഫ് ഉണ്ട്, അറിയാമോ? ഈ വീഡിയോയുടെ കാര്യം ഞാൻ ഓർത്തു. റീലൊക്കെ ചെയ്യുന്ന ഒരു ഓൺലൈൻ വീഡിയോയിലൊക്കെ അറിയപ്പെടുന്ന ലക്ഷ്മി അറിയില്ലയോ? ആ പിന്നെന്തായിരുന്നു ഈ നേരത്തെ ചോദിച്ചേ? അമ്മയ്ക്ക് ജോലിയൊക്കെ ഉള്ളതാണ്. പെൻഷനായി കഴിഞ്ഞാൽ എന്തോ ചെയ്യുമല്ലോ.
ആളൊക്കെ മിടുക്കനുമാണ്. സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ല. മിടുത്തച്ഛൻ നമ്മളൊക്കെ ഉള്ളപ്പോൾ വേറെ ആൾക്കാർക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. അത് ഇവിടുത്തെ ന്യായം. ചേട്ടാ ആ ആ അത് കണ്ടപ്പോഴേ ആ പിള്ളേരില്ലേ ആ. അവര് ഡോക്ടറാക്കാനൊരു ആഗ്രഹം. പിന്നെന്താ അതിന് ESAയില് സംഭവമുണ്ട്. നമ്മളെ പിള്ളേർ നല്ലതുപോലെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴേ അവർ നല്ലപോലെ പഠിക്കുന്ന പിള്ളേരാണ് MBBS സംവരണം കിട്ടും. അതുവഴി നമുക്ക് അവരെ ഡോക്ടറാക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇങ്ങോട്ട് അറിയാം. നീ പറഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഈസയുടെ ഗുണങ്ങളൊന്ന് വേറെ തന്നെ മനസ്സിലായ അപ്പൊ ഈസൈ തന്നെ താരം. അല്ലാതെ ESA തൊഴിലാളി കുടുംബത്തിന്റെ കാവലാണ്. സുരക്ഷയും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുകയാണ് ESICയുടെ ലക്ഷ്യം. ESICയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയുക, പ്രയോജനപ്പെടുത്തുക. ESIC ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും. പങ്കെടുത്ത പ്രിയ സുഹൃത്തുക്കൾ: ഡോക്ടർ രാജേഷ് KP, ജനറൽ സർജൻ. അമ്മ മിസ്സസ് സിന്ധു TA, നഴ്സിംഗ് ഓഫീസർ. മകൻ മിസ്റ്റർ ഷീനു പട്ടാശ്ശേരി, UD ക്ലാർക്ക്. മകൾ മിസ്സിസ് ശ്രീലക്ഷ്മി VS, OT ടെക്നീഷ്യൻ. ആശയവും ആവിഷ്കാരവും മിസ്സിസ് ഷിത ബഷീർ, OT അസിസ്റ്റന്റ്.